മണിക്കൂറിൽ തോൽക്കുന്നത് ഷാരോൺ രാജ വധക്കേസിലെ ശിക്ഷാവിധി ഏത് തരത്തിലായിരിക്കുമെന്നത് തന്നെ നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എം ബഷീർ വിധി പറയുന്നു. ഒന്നാം പ്രതിയായ ഗ്രീഷ്മയ്ക്ക് പരമാവധി ശിക്ഷ വധശിക്ഷ തന്നെ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ ഭാഗം ആവശ്യപ്പെട്ടിരുന്നത്. പ്രതിക്ക് പരമാവധി ശിക്ഷ ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ ഷാരോണിന്റെ കുടുംബവും നിൽക്കുന്നു. ഗ്രീഷ്മയടക്കമുള്ള പ്രതികളെ കോടതിയിൽ അല്പസമയത്തിന് മുൻപാണ് എത്തിച്ചത്. വിവരങ്ങളുമായി വി വിനോദ് ചേരുന്നു. വലിയ പ്രതീക്ഷ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. ഉറ്റുനോക്കുന്ന കേസ് അപ്പോഴും അപൂർവങ്ങളിൽ അപൂർവമെന്ന് കണക്കാക്കപ്പെടുമോ എന്നുള്ളൊരു ചോദ്യം ബാക്കി. ഏത് തരത്തിൽ കോടതിയിൽ നിന്നുള്ള വിവരങ്ങൾ, ഷാരോണിന്റെ കുടുംബത്തിന്റെ പ്രതികരണങ്ങളടക്കം എങ്ങനെയാണ് വരുന്നത്? നടപടിയിലേക്ക് കടന്നോ കോടതി, വിനോദ്? അപർണ, അല്പസമയത്തിനുള്ളിൽ കോടതി നടപടികൾ ആരംഭിക്കും. നേരത്തെ തന്നെ പ്രതികളെ ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നു. അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ, പബ്ലിക് പ്രോസിക്യൂട്ടറും പ്രതിഭാഗവും അഭിഭാഷകരും അന്വേഷണ ഉദ്യോഗസ്ഥരും അടക്കമുള്ള മുഴുവൻ ഈ കേസുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇനി എന്താണ് വിധി എന്ന് അറിയുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ശനിയാഴ്ച പോലും വിധി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് കരുതിയതാണ്. എന്നാൽ അന്തിമവാദം കേട്ട് വിധി പറയുന്നത് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. കേരളം ചർച്ച ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസാണ്, പ്രമാദമായ കേസാണ്. ഈ കേസിലാണ് വിധി വരുന്നത്. ഒരുപക്ഷെ ഈ ഉത്രയെ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് കൊലപ്പെടുത്തിയ സംഭവം, അതിനുശേഷം ഇത്രയധികം ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു കേസ് പോലും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. കൂടത്തായി കേസൊക്കെ ഈ സമീപകാലത്തുണ്ടായ കേസുകൾ, ഇങ്ങനെ വളരെ ചുരുക്കം ചില കേസുകൾ, എലത്തൂരിൽ നരബലി കേസ്, അങ്ങനെ പ്രധാനപ്പെട്ട ഏറ്റവും പ്രമാദമായ കേസുകളിൽ ഒന്നായി ഈ കേസ് മാറിയിരുന്നു. ആ വിധി എന്താകുമെന്ന് അറിയാൻ കേരളം കാത്തിരിക്കുകയാണ്. വധശിക്ഷ നൽകണമെന്നതാണ് പ്രോസിക്യൂഷന്റെ പ്രധാനപ്പെട്ട ആവശ്യം. കാരണം ഇതിൽ പ്രതിയുടെ സമീപനം, പ്രതി എടുത്തിരിക്കുന്നത് പ്രായം കുറവാണെങ്കിൽ പോലും പ്രതി ചെയ്തിരിക്കുന്ന കാര്യം അത് ഗൂഢാലോചനയാണ്. ആവർത്തിച്ച് ഒരാളിന് വിഷം നൽകാൻ വേണ്ടിയുള്ള, വിഷം നൽകിക്കൊണ്ടുള്ള നടപടി, ആ ഒരു ക്രൂരകൃത്യം മരണം ഉറപ്പാക്കുന്നതിന് വേണ്ടിയായിരുന്നു. ഒരു തവണ വിഷം നൽകുകയും അതിൽ പരാജയപ്പെടുകയും ചെയ്തതോടുകൂടി ഏതെങ്കിലും തരത്തിൽ മാനസാന്തരപ്പെട്ട് അല്ലെങ്കിൽ ആ തെറ്റ് ഏറ്റുപറഞ്ഞ് അതിൽ നിന്ന് മാറുകയല്ല ചെയ്ത്, മറിച്ച് വീണ്ടും വീണ്ടും കൊലപാതകത്തിന് ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ചിന്താഗതി, ചെകുത്താന്റെ ചിന്താഗതിയുള്ള ആളാണ് പ്രതി എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഷാരോൺ രാജിന്റെ മരണം, അതിൻ്റെ ഒരു വിവരണം കൂടി പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. അത് ഡോക്ടർമാർ നൽകിയ സർട്ടിഫിക്കറ്റ് കൂടി പരിഗണിച്ചാണ് കുറച്ചുകൂടി വൈകാരികമായി ജഡ്ജിക്ക് മുന്നിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. അതിൽ പറയുന്നത്, നാവ് മുതൽ മലദ്വാരം വരെ അഴുകിപ്പോകുന്ന നിലയിൽ ശരീരഭാഗങ്ങൾ പൂർണ്ണമായും ഈ വിഷം ചെന്ന് ഉരുകിപ്പോകുന്ന നിലയിലേക്ക്, ആ രക്തം ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോയി, ആ ഒരു വേദന, എത്രമാത്രം വേദനയായിരിക്കും 11 ദിവസം ഈ യുവാവ് അനുഭവിച്ചത്. ആ ഒരു ഘട്ടത്തിൽ പോലും പ്രതി താനാണിങ്ങനെ വിഷം കൊടുത്തതെന്ന് പറയുകയോ അല്ലെങ്കിൽ ആ തെറ്റേറ്റു പറയുകയോ ചെയ്തില്ല. മാത്രമല്ല, ആ സമയത്ത് പുറത്തു നൽകിയ ഓഡിയോ ക്ലിപ്പുകളിൽ പോലും തൻ്റെ നിരപരാധിത്വം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള പരാമർശങ്ങളും ആ തരത്തിലുള്ള ശ്രമവുമാണ് പ്രതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഇതിൽ പറയുന്നത് പോലെ സ്വകാര്യ ദൃശ്യങ്ങളോ നഗ്ന ദൃശ്യങ്ങളോ ഉൾപ്പെടുത്തി ഏതെങ്കിലും തരത്തിൽ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടില്ല. അങ്ങനെ ദൃശ്യങ്ങൾ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അത് ഇപ്പോൾ ഇങ്ങനെ ഒരു വൈകാരിക തലം ഈ കേസിന് സൃഷ്ടിക്കുന്നതിന് വേണ്ടി പ്രതിഭാഗം ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് എന്ന് കൂടി പ്രോസിക്യൂഷൻ പറയുന്നുണ്ട്. ഏതായിരുന്നാലും ഈ പ്രതിഭാഗം വക്കീൽ പ്രതിഭാഗത്തുള്ള അഭിഭാഷകർ, പ്രധാനമായും ശാസ്ത്രമംഗലം അജിത്താണ് പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരാകുന്നത്. അദ്ദേഹത്തിന്റെ ജൂനിയേഴ്സും എല്ലാം തന്നെ ഈ വാദങ്ങളിലും രേഖകൾ സമർപ്പിക്കുമ്പോഴും എല്ലാം ശ്രമിച്ചത് ഈ പ്രതിയുടെ പഠനകാര്യം, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ബിരുദാനന്തര ബിരുദം നേടിയ ആളാണ്, തുടർ പഠനം നടത്തേണ്ടതാണ്, മാതാപിതാക്കൾക്ക് ഒരു മകളാണ്. ഈ പ്രതിയുടെ ചില ശല്യങ്ങൾ കാരണം പ്രതി മാനസികമായി വിടാതെ വേട്ടയാടുന്നത് കൊണ്ട് അതിൽ നിന്നൊരു മോചനമില്ല. ആ ഒരു കാര്യം കൊണ്ട് ഇത്തരം ഒരു കൃത്യം ചെയ്തു എന്ന കാര്യം സമർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രായത്തിൻ്റെ ആനുകൂല്യം നൽകി വധശിക്ഷ ഒഴിവാക്കണം. മാത്രമല്ല 10 വർഷത്തിൽ താഴെയുള്ളൊരു ശിക്ഷ നൽകി പരിവർത്തനത്തിനുള്ള ഒരു സമയം പ്രതിക്ക് കൊടുക്കണം. അതിനുള്ള ഉത്തരവാദിത്വം സമൂഹത്തിനുണ്ട് എന്ന് കൂടി പറയുന്നു. കാരണം പുതിയ വാർത്ത വരുന്നത് ജഡ്ജി ചേംബറിലെത്തിയിരിക്കുന്നു. കോടതി, ഞാൻ തിരികെ എത്താം വിനോദ്. കോടതി മുറിക്കുള്ളിൽ ഷാരോണിന്റെ മാതാപിതാക്കൾ എത്താനുള്ള നിർദ്ദേശം വന്നിരിക്കുന്നു. കോടതി വിധി വായിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് കൂടി വേണം അനുമാനിക്കാൻ. ഏറ്റവും ആദ്യ കേസായിട്ട് തന്നെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു വിധിയിലേക്ക് വളരെ പെട്ടെന്ന് ഇനിയുള്ള മിനിറ്റുകളിലേക്ക് കടക്കും. അതുകൊണ്ട് കൂടിയാണ് ഷാരോണിന്റെ കുടുംബത്തിനോടുകൂടി മുറിയിലേക്ക് എത്താനുള്ള നിർദ്ദേശം ഉണ്ടായിരിക്കുന്നത് എന്ന് വേണമോ മനസ്സിലാക്കാൻ?
അപർണ, വിധി എന്ത് എന്നതിൽ ആകാംക്ഷ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഷാരോണിന്റെ കുടുംബാംഗങ്ങൾ ഇവിടേക്ക് വന്നിട്ടുണ്ട്. ശനിയാഴ്ച അവർ ഇവിടേക്ക് എത്തിയിരുന്നില്ല. എന്നാൽ ഇന്ന് എത്തുന്നതിനുള്ള തീരുമാനം അവർ കൈക്കൊള്ളുകയായിരുന്നു. ശനിയാഴ്ച അല്ലാതെ തൊട്ട് മുൻപ് ഈ കേസ് പരിഗണിച്ചപ്പോൾ ഏറ്റവും ഒടുവിൽ വാദം പറഞ്ഞപ്പോൾ ഷാരോണിന്റെ മാതാപിതാക്കൾ ഇവിടേക്ക് വന്നിരുന്നു. പിന്നീട് ശനിയാഴ്ച എത്തിയിരുന്നില്ല. എന്നാൽ ഇന്ന് അവർ വരുന്നതിന് വേണ്ടിയുള്ളൊരു തീരുമാനമെടുക്കുകയും ഇവിടെ വരികയും അവരുടെ പ്രതികരണം കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇടപെടലുണ്ടായത് ഷാരോണിന്റെ സഹോദരന്റെ ഭാഗത്തു നിന്നാണ്. ആയുർവേദ ഡോക്ടർ കൂടിയാണ് ഷാരോണിന്റെ സഹോദരൻ ഷീമോൻ. ഒരു പക്ഷേ ഷീമോന്റെ ഈ ഇടപെടൽ ഇല്ലായിരുന്നെങ്കിൽ ഈ കേസ് തന്നെ തേഞ്ഞു വാഞ്ഞു പോകുന്ന നിലയുണ്ടാകുമായിരുന്നു. ഇതൊരു വിഷം കഴിച്ചുള്ള മരണമായോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉള്ളിൽ ചെന്നുള്ള മരണമായി ഇതിലൊരു പ്രതിയുണ്ട് എന്ന് തിരിച്ചറിയപ്പെടാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കേസിന്റെ പ്രാരംഭഘട്ടത്തിൽ പോലീസ് എടുത്ത ഒരു നിലപാട് കൂടി പറഞ്ഞു പോകാതെ തരമില്ല. പരാതിയുമായി സ്റ്റേഷനിലെത്തിയപ്പോൾ വേണ്ടത്ര പരിഗണന പരാതിക്കാർക്ക് കിട്ടിയിരുന്നില്ല എന്നതൊരു വസ്തുതയാണ്. അതിനുശേഷമാണ് ചില സംശയങ്ങൾ, ഈ കഷായം കുടിച്ചതും അതിൽ എന്ത് ചേർത്തു എന്നതും സംബന്ധിച്ചുള്ള ഷീമോന്റെ ചില സംശയങ്ങൾ അത് വിടാതെ പിന്തുടർന്ന ഈ സഹോദരനാണ് ഈ കേസിനെ ഈ നിമിഷം വരെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. വിധി പറയുന്ന ഈ ഘട്ടത്തിലേക്ക് ഷാരോണിന്റെ സഹോദരൻ നടത്തിയ ഈ നിയമ പോരാട്ടം നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. സഹോദരൻ വിട്ടുപോയെങ്കിലും ആ സംഭവത്തെ വിട്ടുകളയാതെ അതിന് പിന്നാലെ സഞ്ചരിച്ച ഷീമോന്റെ ഇടപെടൽ ഏറ്റവും നിർണായകമായി ഈ കേസിൽ മാറി എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഗ്രീഷ്മയോട് ചോദിക്കുന്നു, ഏത് കഷായമാണ് നൽകിയത്? ശരീരവേദനയ്ക്കുള്ള കഷായമാണെന്ന് പറയുമ്പോൾ അതിന്റെ പേര് ചോദിക്കുന്നു. അതിന്റെ പേര് ഗ്രീഷ്മ പറയുന്നില്ല. നിരന്തരം ആവർത്തിച്ച് ആവശ്യപ്പെടുമ്പോൾ ഒരു ചിത്രം അയച്ചു കൊടുക്കുന്നു, ഒഴിഞ്ഞ ഒരു ബോട്ടിലിന്റെ ചിത്രം അയച്ചു കൊടുക്കുന്നു. അതിൽ തന്നെ ലേബലില്ലാത്ത ഒരു കുപ്പിയുടെ പടമാണ് അയച്ചു കൊടുക്കുന്നത്. ഇതെല്ലാം തന്നെ ഷീമോൻ ഉണ്ടാക്കിയ സംശയം ചെറുതല്ല. തുടർന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ ക്രൈംബ്രാഞ്ച് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കി കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുന്നു. പ്രതിയെ ചോദ്യം ചെയ്യുമ്പോൾ കൊലപാതക വിവരം സമ്മതിക്കുന്നു. തുടർന്നാണ് അമ്മയും അമ്മാവനും ഈ കേസിൽ പ്രതികളാകുന്നത്. അമ്മയ്ക്കെതിരെയുള്ള തെളിവ് ഈ കഷായത്തിൽ ചേർക്കാൻ കൊണ്ടുവന്ന കളനാശിനിയുടെ കുപ്പി വീട്ടിന് പിന്നിലെ പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞുവെന്നാണ്. പക്ഷേ അതിന് തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. പക്ഷേ ഇതേ കുപ്പി ആ പറമ്പിൽ നിന്ന് വീടിന് കുറച്ചകലെയുള്ള ഒരു കുളത്തിന് സമീപം കാട് പിടിച്ച സ്ഥലത്ത് അമ്മാവൻ നിർമ്മലകുമാരൻ നായർ കൊണ്ട് കളയുന്നു. അത് അവിടെ നിന്ന് തെളിവെടുപ്പ് സമയത്ത് പോലീസ് കണ്ടെടുക്കുകയാണ്. തുടർന്നാണ് നിർമ്മലകുമാരൻ നായർ ഈ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചു എന്ന കാര്യം അന്വേഷണത്തിൽ കണ്ടെത്തുകയും അത് കോടതിക്ക് മുമ്പിൽ രേഖയായി എത്തുകയും ചെയ്യുന്നത് കുറ്റപത്രത്തിന്റെ ഭാഗമാകുന്നത്. ആ വാദങ്ങൾ അംഗീകരിച്ചാണ് നിർമ്മലകുമാരൻ നായരും കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത്. തെളിവ് നശിപ്പിച്ചതിന് എന്ത് ശിക്ഷയാകും മൂന്നാം പ്രതിക്ക് കിട്ടുക എന്നതും ഇന്നറിയാം. ഏതായിരുന്നാലും ഗ്രീഷ്മയുടെ കാര്യത്തിൽ കേരളത്തിൽ പലവിധ ചർച്ചകൾ ഉണ്ട്. പ്രതിക്ക് ഏത് തരത്തിലുള്ള ശിക്ഷയാകും ലഭിക്കുക എന്നത് സംബന്ധിച്ച് ഗ്രീഷ്മ തെളിവെടുപ്പിന്റെ സമയത്ത് നടത്തിയ സമീപനങ്ങൾ പോലും അത് അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. ഒരുപക്ഷെ വളരെ സന്തോഷവതിയായി പോലീസുകാരോടൊപ്പം തമാശയൊക്കെ പറഞ്ഞ് പോകുന്ന ഒരു ആളെയാണ് കാണാൻ കഴിഞ്ഞത്. ജയിലിൽ പ്രശ്നമുണ്ടാക്കിയതിനെ തുടർന്ന് അട്ടക്കുളങ്ങര ജയിലിൽ നിന്ന് മാറ്റുന്ന നിലയുണ്ടായി. പിന്നീട് ഷാരോണിന്റെ കുടുംബാംഗങ്ങൾ തന്നെ പറയുന്നത് ഉല്ലാസയാത്ര പോയിട്ട് തിരികെ ഇറങ്ങി വരുന്ന ഒരു ഭാവത്തോടെയാണ് ജയിൽ മോചിതയായി ഗ്രീഷ്മ വരുന്നത് കണ്ടത് എന്ന കാര്യമാണ്. ഏതായിരുന്നാലും കോടതിയിലും ഗ്രീഷ്മയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ അത്തരത്തിലുള്ള ഒരു ഏറ്റുപറച്ചിലോ അല്ലെങ്കിൽ തെറ്റുപറ്റിയെന്ന ഒരു നിലപാട് സ്വീകരിക്കലോ ഒന്നും തന്നെ ഉണ്ടായില്ല. വളരെ സാധാരണ നിലയിലുള്ള ഒരു പെരുമാറ്റം തന്നെയാണ് ഗ്രീഷ്മയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ഗ്രീഷ്മയ്ക്ക് വേണ്ടി ആനുകൂല്യങ്ങളെല്ലാം വാദിക്കുന്നത്, അതെല്ലാം ചോദിക്കുന്നത് അഭിഭാഷകരാണ്, പ്രതിഭാഗത്തുള്ള അഭിഭാഷകരാണ്. ആ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഇതിലേതൊക്കെ കാര്യങ്ങൾ പരിഗണിക്കപ്പെടും എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിൽ ജഡ്ജി എടുക്കുന്ന തീരുമാനം നിർണായകമാണ്. ഇതിൽ പല ഘടകങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഒരു ന്യായാധിപനെ സംബന്ധിച്ച് സങ്കീർണമായ ഒരു ഘട്ടത്തിലൂടെ കടന്നുപോകുന്ന ഒരു സാഹചര്യം തന്നെ എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും. കാരണം പല കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് കുറ്റകൃത്യം എന്നതിനപ്പുറത്തേക്ക് കോടതി വിധി വായിക്കുകയാണ്.